തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ശാസ്തമംഗലം വാർഡിൽ നിന്ന് വിജയിച്ച് കൗൺസിലറായ ശ്രീമതി ആർ ശ്രീലേഖ ഈ അടുത്ത ദിവസങ്ങളായി വളരെ രസകരവും കൗതുകകരവുമായ ചില പ്രസ്താവനകളാണ് അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ തെരഞ്ഞെടുപ്പിനെ മത്സരിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരത്തുള്ള മുഴുവൻ ആളുകളെയും ധരിപ്പിച്ചിരുന്നത്, പാർട്ടി ബോധപൂർവം ധരിപ്പിച്ചത്, അവരാണ് ഇപ്രാവശ്യം BJPയുടെ മുഖം, തിരുവനന്തപുരം കോർപ്പറേഷൻ വൻപിച്ച വിജയം നേടുമെന്നും അതിന്റെ മുഖമായി എടുത്തു കാണിക്കുന്നത് ഈ വളരെ സീനിയർ ആയിരുന്ന DGP ആയിരുന്ന ശ്രീമതി ആർ ശ്രീലേഖ IPS എന്ന ഉദ്യോഗസ്ഥയായിരിക്കുമെന്നൊക്കെ വ്യാപകമായ പ്രചാരണം BJP അഴിച്ചുവിട്ടു. എന്തായാലും ആ പ്രചരണം കൊണ്ട് കൂടിയാകാം BJPക്ക് അഭൂതപൂർവമായിട്ടുള്ള ഒരു വിജയമാണ് ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിൽ ഉണ്ടായത്. 101 വാർഡുകളുള്ള കോർപ്പറേഷനിൽ 50 വാർഡുകളിൽ അവർ ജയിച്ച് കേവല ഭൂരിപക്ഷത്തിന് ഒരു സീറ്റിന്റെ കുറവാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും വലിയ കക്ഷി എന്ന രീതിയിൽ ജനാധിപത്യ സമ്പ്രദായം അനുസരിച്ച് മേയർ സ്ഥാനം അവർക്ക് അർഹതപ്പെട്ടതാണ്. അപ്പോൾ ഈ ശ്രീമതി ആർ ശ്രീലേഖ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥ മത്സരിച്ചപ്പോൾ അവർ തന്നെ പറയുന്നു, അവർക്ക് കൊടുത്തിരുന്ന വാഗ്ദാനം അവർ വിജയിച്ചാൽ തീർച്ചയായും ഭൂരിപക്ഷം കിട്ടിയാൽ അവരെ മേയർ ആക്കും എന്നാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്തുള്ള BJP പ്രവർത്തകരെല്ലാവരും തന്നെ അതുതന്നെയാണ് കുറെ ദിവസങ്ങൾ കരുതിയിരുന്നതും ആ തരത്തിലാണ് പ്രചാരണം നടത്തിയിരുന്നത്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു അവർ തന്നെ ആയിരിക്കും ഭൂരിപക്ഷം കിട്ടുന്നതെങ്കിൽ മേയർ. അവർ അതിനേക്കാൾ കൂടുതൽ പ്രതീക്ഷിച്ചിരുന്നു. കാരണം അവർ പറയുന്നതനുസരിച്ച് അവർ ഈ അടുത്ത സമയത്ത് അവരുടെ യൂട്യൂബിലൂടെ നടത്തിയ ഒരു പ്രസ്താവനയിൽ അവരെ വിജയിക്കുകയാണെങ്കിൽ മേയർ ആക്കാമെന്നൊരു ഉറപ്പ് കൊടുത്തിരുന്നതായിട്ടാണ്. എന്നാൽ ആ ഉറപ്പ് എവിടെ എത്തി നിൽക്കുന്നു എന്നതാണ് വളരെ വിചിത്രമായി ഇപ്പോൾ കാണുന്നത്. അവരിപ്പോൾ പറയുന്നത്, ഞാനൊരു സാധാരണ കൗൺസിലർ എന്ന നിലയിൽ ഇപ്പോൾ സംതൃപ്തയാണ്. അവിടെയാണ് തുടക്കത്തിൽ ഇതൊരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞത്. അവർ തന്നെ പറയുന്നു, 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ മേയറായി നിശ്ചയിച്ച് തന്നെയാണ് എന്നെ തെരഞ്ഞെടുപ്പിൽ നിർത്തിയത്. വിജയിച്ചാൽ ഭൂരിപക്ഷം കിട്ടിയാൽ തീർച്ചയായും ഞാനായിരിക്കും മേയർ എന്ന ഒരു ധാരണ എനിക്ക് തന്നിരുന്നു, പാർട്ടി പൊതു സമൂഹത്തിനും കൊടുത്തിരുന്നു. പക്ഷേ എന്ത് സംഭവിച്ചു പിന്നീട് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് വലിയ നിശ്ചയമില്ല എന്ന മട്ടിലാണ് ഇപ്പോൾ അവർ ഫേസ്ബുക്കിൽ മറ്റൊരു പ്രസ്താവനയുമായി ഇന്ന് വന്നിരിക്കുന്നത്. അവർ പറയുന്നത്, ഒരു പക്ഷേ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കിയത് ഇപ്പോൾ മാധ്യമങ്ങളാണ് എന്ന മട്ടിൽ അവരെ കളം മാറ്റി ഒരു U-ടേൺ അടിക്കുകയാണ്. അവർ പറയുന്നത്, മാധ്യമങ്ങൾ അങ്ങനെ എന്നെ ചിത്രീകരിച്ചതാണ്, ഞാനായിരിക്കും മേയർ എന്ന്, അല്ലാതെ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഇവിടെ ഇപ്പോൾ പറഞ്ഞ് അവരവരുടെ മുഖം മിന്നിക്കാനായി ശ്രമിക്കുകയാണ്. എന്തായാലും അതിനകത്ത് ആത്മാർത്ഥതയില്ല എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അവർ യഥാർത്ഥത്തിൽ മോഹിച്ചിരുന്നു, മേയർ ആകുമെന്ന് തന്നെ നിശ്ചയിച്ചിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ അവസാന നിമിഷം സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിയിൽ ശക്തമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസമുണ്ടായി. കാരണം ഇവർ BJP പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചിട്ട് കഷ്ടിച്ച് 2 വർഷമേ ആയുള്ളൂ. എന്നാൽ വളരെ വർഷങ്ങളായി BJPയിൽ പ്രവർത്തിക്കുന്ന കോർപ്പറേഷൻ കൗൺസിലറായി പ്രവർത്തിച്ചിരുന്ന സീനിയർ ആയിട്ടുള്ള നേതാക്കന്മാർ ഉള്ളിടത്ത് പൊടുന്നനമേ പാർട്ടിയിലേക്ക് വന്ന ഒരാളിനെ ഇത്രയും താക്കോൽ സ്ഥാനത്ത് നിയമിക്കുന്നത് ശരിയല്ല എന്നുള്ള പിറുപിറുപ്പ് BJPയിൽ ഉണ്ടായതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ആ സ്ഥാനം നഷ്ടപ്പെട്ടത് എന്നതാണ് യാഥാർത്ഥ്യം. മാത്രവുമല്ല, RSS ഇതിൽ ശക്തമായിട്ടുള്ള ഒരു റോള് ഈ മേയർ നിർണയത്തിൽ കളിച്ചിട്ടുണ്ടെന്നുള്ളതും പിന്നീട് പുറത്തു വന്നതാണ്. കാരണം RSSന്റെ പിൻബലമുള്ള ആളായിരിക്കണം മേയർ ആയിരിക്കേണ്ടത്. രണ്ടാമതായി ഒരു രാഷ്ട്രീയ പാരമ്പര്യവും പശ്ചാത്തലവുമുള്ള ആളായിരിക്കണം എന്നൊക്കെ ചില നിബന്ധനകൾ തെരഞ്ഞെടുപ്പിന് ശേഷം BJP വെച്ചപ്പോൾ സ്വാഭാവികമായി ശ്രീമതി ആർ ശ്രീലേഖയ്ക്ക് മേയർ സ്ഥാനം നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അവർ പറയുന്നത് ഒരു തരത്തിൽ ഉരുണ്ട് കളിക്കുകയാണ്. ഇപ്പോൾ ഞാൻ സംതൃപ്തിയാണ്, ഞാൻ താഴെ തട്ടിൽ പ്രവർത്തിക്കാൻ തയ്യാറാണ്, ഞാനൊരു കൗൺസിലറായി 5 വർഷവും പ്രവർത്തിക്കും എന്നൊക്കെയാണ് അവരിപ്പോൾ പറയുന്നത്. ഇതിനിടയ്ക്ക് ചില മാധ്യമ വാർത്തകൾ വന്നത്, ഇതിന് നഷ്ടപരിഹാരം എന്ന രീതിയിൽ അവർക്ക് എന്തെങ്കിലും ഉയർന്ന സ്ഥാനങ്ങൾ കൊടുക്കും എന്നൊക്കെ ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു. പ്രധാനമായി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ വട്ടിയൂർക്കാവിനെ പ്രതിനിധീകരിക്കുന്ന BJP സ്ഥാനാർത്ഥിയാകും എന്നൊരു കൂട്ടർ പറഞ്ഞു. അതല്ല, കേന്ദ്ര നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഇവർക്ക് കേന്ദ്ര വനിതാ കമ്മീഷന്റെ ഒരു ഉയർന്ന സ്ഥാനമൊക്കെ കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചില വാർത്തകൾ വന്നിരുന്നു. പക്ഷെ അതൊന്നും ആരും സ്ഥിരീകരിച്ചിട്ടില്ല.
ഔദ്യോഗിക വാർത്തയായിരുന്നില്ല. അതിനിടയ്ക്കാണ് വേറൊരു കൗതുകകരമായിട്ടുള്ള ഒരു ചെറിയ സംഭവം അവരുണ്ടാക്കിയത്. അതായത് അവർ ഉപയോഗിക്കുന്ന ഓഫീസിൽ നിന്ന് അവിടെ 7 വർഷമായി ഓഫീസ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന വട്ടിയൂർക്കാവ് MLA ശ്രീ പ്രശാന്തിനെ അവിടെ നിന്ന് മാറ്റണം, പൂർണ്ണമായിട്ട് ആ ഓഫീസ് വിട്ടുകൊടുക്കണം എന്നൊക്കെ പറഞ്ഞൊരു ചെറിയ ഒരു നാടകം ഉണ്ടാക്കി, ഒരു തിരക്കഥ ഉണ്ടാക്കി. മാധ്യമ വാർത്ത ഒക്കെ അവര് ഈ അടുത്ത സമയം കൊണ്ട് വളരെയേറെ പിടിച്ചു പറ്റിയതാണ്. അങ്ങനെ ആകെ കൂടി ഒരു ആശയക്കുഴപ്പത്തിലാണ് അവരുടെ മനസ്സിന്റെ അവസ്ഥ എന്നത് വളരെ വ്യക്തമാണ്. അവരെ ഇപ്പോൾ ഞാൻ മേയറാകാൻ ആഗ്രഹിച്ചില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു ആത്മാർത്ഥതയുമില്ല. അവർ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചു എന്നുള്ളതാണ് സത്യം. അത് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും തിരുവനന്തപുരത്തുള്ളവർക്ക് പ്രത്യേകിച്ചും നന്നായിട്ട് അറിയാമായിരുന്നു. BJP ആ മട്ടിൽ തുടക്കത്തിൽ പ്രചരണവും അഴിച്ചുവിട്ടിരുന്നു. എന്തായാലും BJP അവരോട് അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിരുന്നെങ്കിൽ അതിൽ നിന്ന് പിന്മാറിയത് രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാത്ത ഏർപ്പാടാണ്. പക്ഷെ ഇപ്പോൾ അവർ പറയുന്നു അങ്ങനെയൊന്നും ഇല്ല, ഞാനിപ്പോൾ സംതൃപ്തയാണ്. പാർട്ടി പറയുന്നു, പാർട്ടിയിലെ സീനിയോറിറ്റി നോക്കുമ്പോൾ ഇപ്പോഴത്തെ മേയറായി തെരഞ്ഞെടുക്കപ്പെട്ട VV രാജേഷിനാണ് 1ാം സ്ഥാനം. കാരണം അദ്ദേഹത്തിന് RSSന്റെ പിന്തുണയുണ്ട്. അദ്ദേഹം കഴിഞ്ഞ കോർപ്പറേഷനിൽ പ്രതിപക്ഷ നേതാവായി നന്നായി പ്രവർത്തിച്ച ആളാണ്. കോളേജ് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ BJPയുടെ വിദ്യാർത്ഥി സംഘടനയിലും RSSലും ഒക്കെ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് രാഷ്ട്രീയമായിട്ടുള്ള ഒരു പാരമ്പര്യം അദ്ദേഹത്തിന് ഉണ്ടതുകൊണ്ട് അദ്ദേഹമാണ് മേയർ സ്ഥാനത്തേക്ക് അർഹത. മാത്രമല്ല വനിതാ സംവരണമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനമായതുകൊണ്ട് മേയറും ഡെപ്യൂട്ടി മേയറും വനിതകളാകുന്നതിനകത്തുള്ള ഭംഗികേടും ചൂണ്ടിക്കാണിച്ച് അങ്ങനെയാണ് ഇപ്പോൾ ശ്രീലേഖ വെറും സാധാരണ കൗൺസിലറായി പ്രവർത്തിക്കാൻ കൊണ്ടിരിക്കുന്നത്. അവരെ ഇപ്പോൾ നടത്തുന്നതായിട്ടുള്ള ഈ പ്രസ്താവനകൾ അവരുടെ അതൃപ്തിയുടെ ഒരു സൂചന തന്നെയാണ്. അതിന് മാധ്യമങ്ങളെ പഴിയെടുത്തിട്ട് കാര്യമില്ല. ഏതായാലും വരും ദിവസങ്ങളിൽ അവർ ഫലപ്രദമായി അവരൊക്കെ ബോർഡൊക്കെ സ്ഥാപിച്ച് ആ ഓഫീസിന്റെ ഒരു മൂലയ്ക്ക് അവരും ഒരു ഓഫീസ് തുറന്നിരിക്കുകയാണ് ശാസ്തമംഗലത്ത്. ഏതായാലും വളരെ കൗതുകമുണ്ടാക്കിയ ചില സംഭവങ്ങളും പ്രസ്താവനകളുമാണ് ഈ അടുത്ത കാലത്ത് ശ്രീമതി ശ്രീലേഖ എന്ന മുൻ DGP മാധ്യമങ്ങൾക്കും പൊതുസമൂഹത്തിനും നൽകിക്കൊണ്ടിരിക്കുന്നത്.